ശ്രീ നന്ദു, ഇതിനിടയിൽ കൂടി നിങ്ങൾ രക്ഷപ്പെട്ടു പോകാമെന്ന് വിചാരിക്കേണ്ട. നിങ്ങളുടെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻഷുറൻസിനെ സ്വകാര്യവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആണവോർജ്ജവുമായി ബന്ധപ്പെട്ട പുതിയ നിയമത്തിൻ്റെയൊക്കെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിങ്ങളുമായി ചേർന്ന് കൈകോർത്തു എന്നൊന്നും നമ്മൾ പറയില്ല. പക്ഷേ നരേന്ദ്രമോദി ഇപ്പോൾ നേരത്തെ റഹീം പറഞ്ഞതുപോലെ പാർലമെൻറ്റിനകത്ത് ഇല്ലാത്തത് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാനെങ്കിലും ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ നിശബ്ദനാക്കാൻ നിങ്ങൾ ഈ രീതിയിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്നും ആഗ്രഹിച്ചിട്ടുണ്ടാകാം. എന്താണ് നിങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള പ്രതികരണം? ഒന്ന്, രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ എല്ലായ്പ്പോഴുമുള്ള പ്രവർത്തനം ഈ തരത്തിലാണ്. രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാനോ രാജ്യത്തിൻ്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളിൽ അദ്ദേഹം ഭാഗവാക്കാവാനോ അല്ലെങ്കിൽ ആ വിഷയങ്ങൾ റൈസ് ചെയ്യുന്നതിനോ അദ്ദേഹത്തിന് യാതൊരു താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ താല്പര്യം മുഴുവൻ ചില വിവാദങ്ങളുണ്ടാക്കി, ചില ഇല്ലാത്ത കഥകൾ പറഞ്ഞ് ആ കഥകളുടെ മുകളിൽ മേനി നടിച്ച് തൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ നേരത്തെ താങ്കളൊക്കെ പറഞ്ഞ പോലെ കുറേ PR തള്ളിനുള്ള ചില വാക്കുകളും ചില ഡയലോഗുകളും മാത്രം ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ മറുപടി പോലും കേൾക്കാൻ നിൽക്കാതെ കുറേ ആരോപണങ്ങൾ അങ്ങോട്ട് ഫ്ലോറിൽ വന്ന് നിന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഉന്നയിക്കുക. അതിൻ്റെ മറുവശത്ത് നിന്ന് വരുമ്പോൾ അത് കേട്ടിരിക്കാനുള്ള അല്ലെങ്കിൽ ആ മറുപടി കേൾക്കാനുള്ള സഹിഷ്ണുത പോലും ഇല്ലാതെ വാക്കൗട്ട് ചെയ്ത് പോവുക എന്നുള്ള തന്ത്രമാണ് രാഹുൽ ഗാന്ധി അദ്ദേഹം പ്രതിപക്ഷ നേതാവായ കാലം മുഴുവൻ നമ്മൾ കാണുന്നത്. നിങ്ങൾക്ക് നല്ലതല്ലേ അത്? അല്ല, അത് നല്ലത്, ഒരു ജനാധിപത്യത്തിൽ അത് നല്ലതാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെങ്ങനെ ഭരണപക്ഷം എങ്ങനെയാണോ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ നല്ല വിമർശനങ്ങളെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഭരണപക്ഷമാണ് ഞങ്ങൾ. ആ പ്രതിപക്ഷ നേതാവ് മാത്രമല്ലല്ലോ, നല്ലതാണെങ്കിൽ ബാക്കിയുള്ളവർ നല്ല വിമർശനങ്ങൾ ഈ കാര്യത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഞാനൊരു കാര്യം പറയട്ടെ. പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് അദ്ദേഹം ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്. അത് പ്രതിപക്ഷ മുന്നണിയുടെ, ഇപ്പോൾ ശ്രീ എ റഹീം അടക്കമുള്ളവരോട് ഇരിപ്പുണ്ട്. അവരടക്കമുള്ള CPIM-ൻ്റെയും CPI-യുടെയും DMK-യുടെയും ഒക്കെ പ്രാതിനിധ്യമുള്ള ഒരു പ്രതിപക്ഷ മുന്നണിയുടെ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നേരത്തെ ശ്രീ റഹീം പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ മുഴുവനായൊരു ഫോക്കസ് ശബ്ദമാണ് പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് ലോകസഭയുടെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒക്കെ സൗന്ദര്യം. അപ്പോൾ ആ സൗന്ദര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആ പ്രതിപക്ഷത്തെ ബഹുമാനിക്കുന്നുണ്ട്, പ്രതിപക്ഷ നേതൃത്വത്തെ ബഹുമാനിക്കുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ ചില ഗിമ്മിക്കുകൾ കാണിക്കാനും ചില അവാസ്തവമായ കാര്യങ്ങൾ വന്നിരുന്ന് ഫ്ലോറിൽ പറയാനും അതിൻ്റെ സത്യം തിരിച്ചു പറയുമ്പോൾ അത് കേൾക്കാൻ സാധിക്കാതെ അതിൽ പ്രതിഷേധിച്ചിറങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി ആ വഴിക്ക് തന്നെ വെക്കേഷന് പോകുന്ന ഒരാളായി മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയുടെയും റോൾ എന്ന ചോദ്യം സ്വാഭാവികമായി രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങൾ ഉയർത്തണ്ടേ. ഞങ്ങൾക്കതിൽ നിന്ന് എന്ത് മെറിറ്റ് എന്ത് ഡീമെറിറ്റ് എന്നുള്ളതല്ല. നമ്മളെല്ലാവരും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആത്യന്തികമായി ജനങ്ങൾക്ക് സേവ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജനങ്ങൾക്ക് സേവനം നടത്തുമ്പോൾ അതിൽ പ്രതിപക്ഷത്തിൻ്റെതായ റോള് നിർവഹിക്കാനുണ്ട്. ഞാനൊരു കാര്യം പറയാം. അത്രയധികം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനാധിപത്യത്തെ വല്ലാതെ പുണർന്നുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ രാജ്യത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ പേരിൽ ഉള്ള ഒരു തൊഴിലുറപ്പ് പദ്ധതിയാണ്, ഈ പാവപ്പെട്ടവന് വേണ്ടിയുള്ള ഈ പദ്ധതിയാണ് നിങ്ങൾ ആ ഗാന്ധിജിയുടെ പേര് വെട്ടി ഇപ്പോൾ നശിപ്പിച്ചത്, തൊഴിൽ എന്ന അവകാശത്തെ ഇല്ലാതാക്കിയത്. ശ്രീലാൽ, തീർച്ചയായിട്ടും താങ്കളുടെ ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞു വന്ന ചില കാര്യങ്ങൾക്ക് എനിക്ക് മറുപടി പറഞ്ഞു പോകേണ്ടതുള്ളതുകൊണ്ട് അത് പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം താങ്കൾ പറഞ്ഞ പോയിന്റിലേക്ക് തന്നെ ഞാൻ വരും. അപ്പോൾ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് അദ്ദേഹത്തിന് വിദേശത്തിനോടാണ് കൂടുതൽ താല്പര്യം. സ്വന്തം രാജ്യത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല, വിദേശത്തേക്ക് പോകുക. നമ്മൾ മറ്റ് പല രാഷ്ട്രങ്ങളുടെയും പ്രതിപക്ഷ നേതാക്കളെയും ഭരണപക്ഷ നേതാക്കളെയും നമ്മൾ കാണാറുണ്ട്. അവരൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അവരുടെ രാജ്യങ്ങളിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ, അവരുടെ രാജ്യത്തിൻ്റെ മികവ് പറയാൻ, ആ മികവിലൂടെ അവരുടെ രാജ്യത്തേക്ക്, അത് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ആ വ്യത്യാസമില്ലാതെ മറ്റെല്ലാ രാഷ്ട്രത്തിലെയും പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷ നേതാക്കളും ശ്രമിക്കുമ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പ്രതിപക്ഷ നേതാവ് വിദേശത്തിരിക്കുന്ന ഈ രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ആരുടെയൊക്കെയോ നാവായി പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ളൊരു ആശങ്ക കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്നവർക്കുണ്ട്. ദയവായി ഈ ചർച്ചയെ രാഹുൽ ഗാന്ധിയെ മൊത്തത്തിൽ
എടുത്ത് നമ്മൾ അദ്ദേഹത്തിന്റെ കഴിവുകളും അദ്ദേഹം ഏതൊക്കെ അർത്ഥത്തിൽ ലോകത്തിന്റെ ഭാഗത്ത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ചർച്ചയായിട്ട് ഇതിനെ മാറ്റരുത്. അത് ബി.ജെ.പിക്ക് താല്പര്യമുണ്ടാകും. നമ്മുടെ ചർച്ച അങ്ങനെയല്ല, മനസ്സിലാക്കൂ. അല്ലല്ല, ചില പോയിന്റുകൾ നമുക്ക് അറിയേണ്ടത് ഈ കാര്യത്തിലാണ്. ഇതപ്പോൾ നോക്കൂ, ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി തന്നെ എടുത്താൽ ബി.ജെ.പി കാണിക്കുന്നത് എന്താണ്? ഒരു ഇരട്ടത്താപ്പാണ്. ഈ പറഞ്ഞ താങ്കൾ ലോകത്തിന്റെ മുന്നിലുള്ള കഥകൾ പറഞ്ഞല്ലോ. ലോകത്തിന് മുന്നിൽ ഗാന്ധിജിയെ ആദരിക്കുന്ന പാർട്ടിയാണെന്ന് ബി.ജെ.പി പറയുകയും രാജ്യത്തിനകത്ത് അദ്ദേഹത്തിന്റെ സ്മരണകളെ പദ്ധതികളിൽ നിന്ന് കാണിക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഇരട്ടത്താപ്പാണ് നിങ്ങൾ ചെയ്യുന്നത്. അതാണ് ഇതിൽ കണ്ടത്. അതിൽ ചോദ്യം ചോദിക്കേണ്ട രാഹുൽ ഗാന്ധി അവിടെ ഇല്ലായിരുന്നു. മാത്രമേ ഉള്ളൂ. ശ്രീലാൽ, താങ്കൾ ചോദിച്ച ചോദ്യം ഞാൻ കൃത്യമായി ചോദിച്ച ചോദ്യത്തിന് ഞാൻ കൃത്യമായി മറുപടി പറയും. താങ്കൾക്ക് അതിലൊരു ആശങ്കയും വേണ്ട, കൃത്യമായി തന്നെ മറുപടി പറയും. പക്ഷേ ഇതിനകത്ത് രാഹുൽ ഗാന്ധി വ്യക്തിപരമായി എടുത്തു വെച്ച് ഫ്രീസ് ചെയ്ത് വെച്ച് അദ്ദേഹത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാനൊന്നും ഞാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറഞ്ഞു പോകണം. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് വിദേശത്തിനോട് കൂടുതൽ താല്പര്യം അത് പറയണ്ടേ? നമ്മുടെ രാജ്യത്തിനകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി അലങ്കരിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാണ് വിദേശത്ത് പോയി നിന്ന് ഇന്ന് നിങ്ങൾ പറയുന്ന നമ്മളിപ്പോൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ BMW പുറത്ത് കയറിയിരുന്ന അദ്ദേഹം ഫോട്ടോ എടുത്തതിനെ മാത്രമാണ് നിങ്ങൾ ഡിബേറ്റ് ചെയ്യുന്നത്. അതിനപ്പുറത്ത് അദ്ദേഹം ഈ നാട്ടിലെ തൊഴിലാളികളെ, ഈ നാട്ടിലെ തൊഴിൽ സംരംഭകരെ, ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ എല്ലാം ഒന്നടങ്കം മടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. പാവപ്പെട്ട തൊഴിലാളികളുടെ തൊഴിലില്ലാതാക്കിയ നിങ്ങൾ ഈ പറയുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി മഹാത്മാഗാന്ധിയുടെ പേരിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നതിനെ ഇല്ലാതാക്കി എന്നിട്ട് നിങ്ങൾ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ എന്നോട് ഇടപെടാതിരുന്നിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ഈ കംപ്ലീറ്റ് ചെയ്ത് ചോദ്യത്തിലേക്ക് വന്നേ. ഞാൻ പറഞ്ഞത് ഇന്ന് മ്യൂണിക്കിൽ പോയി നിന്നിട്ട് രാഹുൽ ഗാന്ധി അവിടുത്തെ ഉൽപാദന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ കുറിച്ച് വളരെ വലിയ രീതിയിൽ വാചാലനാവുകയും അതേസമയം ഇന്ത്യയിലെ ഉൽപ്പാദന മേഖല തകർന്നു പോവുകയും ചെയ്യുന്നു. അദ്ദേഹം ഇപ്പോൾ CPM-നെ പ്രതിനിധീകരിച്ചിരിക്കുന്ന ശ്രീ റഹീം, അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലെ ഒരു അംഗമാണല്ലോ, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അപ്പർ ഹൗസിലൊരു അംഗമാണല്ലോ. സ്വാഭാവികമായിട്ടും ഇന്ത്യ മഹാരാജ്യത്തെ ഉൽപ്പാദന മേഖലയെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാവും. കഴിഞ്ഞ 10 വർഷം കൊണ്ട് എങ്ങനെയാണ് ഇന്ത്യ മഹാരാജ്യത്തിലെ ഉൽപ്പാദന മേഖല വളർച്ചയുടെ വലിയ പടവുകൾ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ എക്സ്പോർട്ടേഴ്സ് ആരാണ്? ഇന്ത്യയാണ്, ഭാരതമാണ്. എങ്ങനെയാണ് അത് വളർന്നത്? അത് നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണമുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ പിന്നിലല്ലേ വളർന്നത്. അപ്പോൾ അതിനെയൊക്കെ നമ്മുടെ രാജ്യത്തെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് എന്തിനാണ് സ്വന്തം ഫെയിം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അവിടെയാണ് ഞങ്ങളുടെ ചോദ്യം. ഒറ്റ കാര്യം നന്ദു, ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ പേരിലുള്ള ഈ തൊഴിലുറപ്പ് പദ്ധതി മാത്രം വീണ്ടും ഞാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് അത് മാറ്റുന്നത്? നിങ്ങളുടെ ഉദ്ദേശം നോക്കൂ, നിങ്ങളുടെ പ്രശ്നം UPA സർക്കാർ, ഈ ഇടതുപക്ഷം കൂടി പിന്തുണച്ചു വന്ന UPA സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ പരിപാടി വന്നത്. ഇതാണ് നിങ്ങളുടെ ഒരു പ്രശ്നം. 2, മഹാത്മാഗാന്ധിയോടുള്ള നിങ്ങളുടെ ചരിത്രപരമായ എതിർപ്പ്, അത് നിങ്ങൾ വീണ്ടും തികട്ടി പുറത്തേക്ക് വരികയാണ്. മഹാത്മാഗാന്ധിയെ നിങ്ങൾ വീണ്ടും വധിക്കുകയാണ്. നിങ്ങൾക്ക് അല്പമെങ്കിലും മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രപിതാവിനോട് ഒരു കൂറുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പരിപാടി ചെയ്യൂ. നിങ്ങൾക്ക് ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ പോരെ? നിങ്ങൾ എന്തിനാണ് മഹാത്മാഗാന്ധിയുടെ പേര് വിട്ടത്? അത് ഞാൻ മറുപടി പറയാം. താങ്കൾക്ക് ഈ ഒരൊറ്റ ചോദ്യത്തിൽ നിർത്തണം എന്ന് താങ്കൾക്ക് ആഗ്രഹമുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഞാൻ എന്തായാലും അതിൻ്റെ മറുപടി പറയാം. ഈ പദ്ധതി ആദ്യമായി തുടങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 1980കളിൽ ഈ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നു, 90കളിൽ ഇംപ്ലിമെൻറ്റേഷൻ വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സബ്ജക്റ്റ് ടു കറക്ഷൻ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ പറയുന്ന NREGA എന്ന് പറയുന്ന പദ്ധതി ആദ്യമായി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് 2005-ലാണ്. അത് 2006 ആകുമ്പോഴത്തേക്ക് 2006 ഫെബ്രുവരി 2 ആകുമ്പോൾ രാജ്യത്തെ പല ഭാഗങ്ങളിലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങുന്നു. അന്ന് ഈ പദ്ധതിയുടെ പേരെന്താണ്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നല്ല, അല്ലല്ലോ. അന്ന് കോൺഗ്രസും UPAയും ഒരുമിച്ച് നിന്നാണ് ഭരിക്കുന്നത്. 2004 മുതൽ കോൺഗ്രസും UPAയും ഒരുമിച്ച് നിന്നാണ് ഭരിക്കുന്നത്. എന്താ നിങ്ങൾ അന്ന് ഈ പറയുന്ന മഹാത്മാഗാന്ധിയുടെ പദ്ധതി അല്ലാത്ത ഒരു പദ്ധതിയെക്കുറിച്ച് എന്തിനാണ് അങ്ങനെ ഒരു പദ്ധതി വന്നതെന്ന് ചോദിക്കാമായിരുന്നല്ലോ? ചോദിച്ചില്ല. പോട്ടെ, 2009 എന്തുകൊണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് ഇതിലേക്ക് വന്നു? അന്ന് മഹാത്മാഗാന്ധിയുടെ 140ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആ സമയത്താണ് ഈ പദ്ധതിക്ക് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് കൊടുക്കുന്നത്. ഞാൻ ഈ പറയുന്നതൊന്നും ഞാൻ എവിടെന്നെങ്കിലും കൊണ്ടുവന്ന് ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, രേഖകളിലുള്ളത്. അത് പാർലമെൻറ്റിൻ്റെ ആയാലും മറ്റ് രേഖകളിലുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോകുന്നു. ഇനി 2047 രാജ്യം ഒരു വികസിത ഭാരതത്തെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ വികസിത ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ വികസിത ഭാരതം എന്ന കൺസെപ്റ്റിലേക്ക് ഈ പദ്ധതിയെ നയമാറ്റത്തിലൂടെ അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ പൂർണ്ണമായി അതിൽ ഇന്നലെ വരെ തൊഴിലാളികൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ, ആ വാക്ക് നിങ്ങൾ ഒന്നുകൂടി എടുത്തോളൂ, എല്ലാ അവകാശങ്ങളും നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ കുറച്ചുകൂടി മികച്ച രീതിയിൽ, കുറച്ചുകൂടി സാങ്കേതിക തികവോടുകൂടി, കുറച്ചുകൂടി ഇടനിലക്കാരിൽ നിന്നുണ്ടാകുന്ന പണപ്പിരിവുകളും ഈ പണാപഹരണവും ഒക്കെ നിർത്തലാക്കിക്കൊണ്ട് കുറച്ചുകൂടി മികച്ച രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു.